UDFിൻ്റെ ഘടകകക്ഷിയാണ് RSP, റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി. വലിയ ശക്തിയൊന്നുമില്ല, കൊല്ലത്ത് അവിടെ ഇവിടെയൊക്കെ ചിതറിക്കിടക്കുന്ന ചെറിയ പാർട്ടി. നേരത്തെ ഇടതുപക്ഷത്തോടൊപ്പമായിരുന്നു, ഇടതുപക്ഷത്ത് നിന്ന് UDFിലേക്ക് പോവുകയായിരുന്നു. അത് കൊല്ലം സീറ്റിനെ ചൊല്ലിയാണ്. NK പ്രേമചന്ദ്രന് മത്സരിക്കുന്നതിന് വേണ്ടി കൊല്ലം സീറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടു. RSP കൊടുക്കാൻ തയ്യാറായില്ല CPM. അതോടുകൂടിയാണ് NK പ്രേമചന്ദ്രൻ മുൻകൈയെടുത്ത് RSPയെ LDFിൽ നിന്ന് UDFിൽ എത്തിച്ചത്. രായ്ക്ക് രാമാനം. രാവിലെ LDF യോഗം നടക്കുന്നു, വൈകുന്നേരം UDFിൽ ചേരുന്ന അവസ്ഥ. ഇതെല്ലാം കണ്ടാണ് പിണറായി വിജയൻ അന്ന് പറഞ്ഞത് പരനാറിയാണ് എന്നും. ആ വാക്ക് ശരിവെക്കുന്ന പല നടപടികളും പിന്നീട് NK പ്രേമചന്ദ്രനിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് UDF കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയും, പ്രത്യേകിച്ച് ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട്, മോദിയുമായി ബന്ധപ്പെട്ട്. മോദിയുടെ ഏറ്റവും അടുത്ത ആളായി മാറി NK പ്രേമചന്ദ്രൻ എന്നതും ഒരു വസ്തുതയാണ്. ഇപ്പോഴത്തെ RSPയിൽ നിന്ന് പുതിയ വാർത്ത വരുന്നുണ്ട്. RSPയിൽ NK പ്രേമചന്ദ്രൻ്റെ മകന് സീറ്റ് വേണം. അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ NK പ്രേമചന്ദ്രൻ ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ ആരോടും പറയില്ല, ഞാൻ മകന് വേണ്ടി വാദിക്കില്ല എന്ന പതിവ് രീതി അദ്ദേഹം ഇവിടെയും എടുത്തിട്ടുണ്ട്. കൊല്ലം ജില്ലയിലെ ഇരവിപുരം സീറ്റാണ് നോക്കുന്നത്. കാർത്തിക് പ്രേമചന്ദ്രൻ, NK പ്രേമചന്ദ്രൻ്റെ മകൻ, സജീവമായി കുറച്ചു നാളായി UDF രാഷ്ട്രീയത്തിലുണ്ട്, RSPയുടെ രാഷ്ട്രീയത്തിലുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സജീവമായി രംഗത്തുണ്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NK പ്രേമചന്ദ്രന് വേണ്ടി സജീവമായി പ്രവർത്തന രംഗത്തുണ്ടായിരുന്നു. കഴിഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കൊല്ലം കോർപ്പറേഷനിൽ വളരെ സജീവമായി രംഗത്തുണ്ടായിരുന്ന ആളാണ് കാർത്തിക് പ്രേമചന്ദ്രൻ. അങ്ങനെയുള്ള ഒരാൾക്ക് സീറ്റ് വേണം എന്ന ആവശ്യം NK പ്രേമചന്ദ്രൻ ഉയർത്തിയാൽ ആരും എതിർക്കാൻ സാധ്യതയില്ല. ഇരവിപുരം സീറ്റ് RSPയുടെ സീറ്റാണ്, നിരന്തരം RSP തോൽക്കുന്ന സീറ്റാണ്. LDFിനോടൊപ്പം ഉണ്ടായപ്പോൾ നിരന്തരം RSP ജയിക്കുന്ന സീറ്റാണ്, UDFിനോടൊപ്പം പോയപ്പോൾ തോറ്റുപോയ സീറ്റാണ്. RSPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ A അസീസ് തോറ്റ സീറ്റാണ് ഇരവിപുരം. അതുകൊണ്ട് ആരെങ്കിലും മത്സരിച്ചോട്ടെ എന്ന ചർച്ച UDFിനകത്തുണ്ട്, RSPക്കകത്തുണ്ട്. ആരും എതിർക്കാൻ തയ്യാറല്ല എന്നാണ് കേൾക്കുന്നത്. കാരണം ഷിബു ബേബി ജോൺ വന്നത് ബേബി ജോണിൻ്റെ മകനായതുകൊണ്ടാണ്. അതുകൊണ്ട് മക്കൾ രാഷ്ട്രീയം RSPക്ക് അന്യമല്ല. TK ദിവാകരൻ്റെ മകൻ ബാബു ദിവാകരൻ മത്സരിച്ചിട്ടുണ്ട്, RSPയുടെ നേതാവായി വന്നിട്ടുണ്ട്. അതൊന്നും RSPയിൽ പുത്തരിയല്ല. അതുകൊണ്ട് സ്വാഭാവികമായും കാർത്തിക് പ്രേമചന്ദ്രന് തന്നെ ഇരവിപുരം സീറ്റ് ലഭിക്കും എന്നാണ് അറിയുന്നത്. NK പ്രേമചന്ദ്രൻ പക്ഷേ ഞാനൊന്നും അറിയില്ല, രാമനാരായണ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നുണ്ട്. പക്ഷേ പിന്നണിയിൽ നിന്ന് ചരടുകൾ വലിക്കുന്നത് NK പ്രേമചന്ദ്രൻ തന്നെയാണ്. NK പ്രേമചന്ദ്രൻ ലോക്സഭാംഗം, മകൻ നിയമസഭാംഗം എന്ന നിലയിൽ പ്രവർത്തിക്കാൻ കഴിയുമോ എന്നാണ് നോക്കുന്നത്. പക്ഷേ ഇരവിപുരത്ത് ജയിക്കണം. കാരണം ഇരവിപുരം മണ്ഡലത്തിൽ മത്സരിക്കുന്നതിന് വേണ്ടി നിരവധി ആളുകൾ ഇതിനകം തന്നെ RSPയിൽ രംഗത്ത് വന്നിട്ടുണ്ട്. അതിൽ പ്രധാനം ഇരവിപുരം മണ്ഡലം സെക്രട്ടറി N നൗഷാദാണ്. RSP സംസ്ഥാന കമ്മിറ്റി അംഗം സജി ഡി ആനന്ദാണ്. അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ കൗൺസിലർ MS ഗോപകുമാറിൻ്റെയും സുധീഷ് കുമാറിൻ്റെയും പേരുകളും സജീവമായി പരിഗണിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ മത്സരിക്കാൻ തയ്യാറായി RSPയിലെ സജീവ പ്രവർത്തകർ രംഗത്തുണ്ട്, പ്രധാന ഭാരവാഹികൾ രംഗത്തുണ്ട്. അതെല്ലാം മറികടന്ന് NK പ്രേമചന്ദ്രന് സ്വന്തം മകന് സീറ്റ് തരപ്പെടുത്തി കൊടുക്കാൻ കഴിയുമോ എന്നാണ് ഇനി അറിയാനുള്ളത്.